ബലാത്സംഗ കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ട് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കാര്യം വ്യക്തമാക്കി കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു. രാഹുലിനെ നാളെ നേരിട്ട് ഹാജരാക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്നതിനായി പ്രതി ഒരാഴ്ചത്തെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഒരാഴ്ചത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദിച്ചിട്ടുള്ളത്. നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഹോട്ടലിലടക്കം തെളിവെടുപ്പും നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണിപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത്? ഒപ്പം ജാമ്യാപേക്ഷയുമായുള്ള രാഹുലിന്റെ നീക്കം എങ്ങനെയാണ്? ശ്രീജ, വളരെ അപ്രതീക്ഷിതമായ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആദ്യത്തെ 2 കേസുകളിൽ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ്. അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുമുണ്ട്. ഇതിനിടയിലാണ് 3ാമത്തെ പരാതി വന്നതും അതിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ജയിലിലാണ്, ജാമ്യം ലഭിച്ചിട്ടില്ല. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിലൊരു പ്രൊഡക്ഷൻ വാറന്റ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതിൽ കാലതാമസമുണ്ടായി. അതുകൊണ്ടാണ് അടുത്ത ദിവസത്തേക്ക് ഇത് പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടമാകട്ടെ ജയിലിൽ തുടരേണ്ട സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, നാളെ പരിഗണിക്കുന്നത് 2 അപേക്ഷകളാണ്. അതിൽ ഈ ജാമ്യാപേക്ഷയുമുണ്ട്, അതോടൊപ്പം തന്നെയാണ് കസ്റ്റഡി അപേക്ഷ. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരാഴ്ചത്തെ കസ്റ്റഡി കാലാവധിയാണ്. ഇതിൽ ഗൂഢാലോചനയുണ്ട്, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ, ഈ തെളിവുകൾ നശിപ്പിക്കൽ, അധികാരം ഉപയോഗിച്ചുള്ള തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം തന്നെ ചേർത്തുകൊണ്ടുള്ള ഒരു FIR ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണം എന്ന കാര്യം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ ധരിപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകി അതിൽ അനുകൂല തീരുമാനമുണ്ടാക്കാനുള്ള ഒരു പ്രോസിക്യൂഷൻ്റെ നടപടികളുണ്ടാകുക. അതേസമയം ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൻ്റെ ഇപ്പോഴത്തെ, അതായത് നേരത്തെയുള്ള ജാമ്യാപേക്ഷകളിൽ കോടതിയിൽ നടക്കുന്ന നടപടികൾ ചൂണ്ടിക്കാട്ടി ഈ കേസിലും അങ്ങനെ ഒരു ജാമ്യം നേടി പുറത്തിറങ്ങാനുള്ളൊരു സാഹചര്യമായിരിക്കും പ്രതിഭാഗത്തു നിന്ന് ഉണ്ടാകുക. മാത്രമല്ല, ശാസ്തമംഗലം അജിത് കുമാറാണ് മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ. അദ്ദേഹം ഇതിൽ പറഞ്ഞത് തന്നെ ബലാത്സംഗ കുറ്റമൊക്കെ ഇതിലെങ്ങനെ നിലനിൽക്കുമെന്ന പ്രതികരണം ഇതിനകം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വാദപ്രതിവാദമായിരിക്കും അടുത്ത ദിവസം പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് കോടതി മുറിയിൽ ഉണ്ടാവുക എന്ന കാര്യം വ്യക്തമാണ്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാനുള്ള നടപടികളാണ്. അതിൽ ഇപ്പോൾ നിയമസഭയുടെ ചില നടപടിക്രമങ്ങൾ അത് എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് പോയിട്ടുണ്ട്. SIT ആകട്ടെ അത് സംബന്ധിച്ച് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സ്പീക്കർക്ക് കൈമാറുകയും ചെയ്തു. ഇതിൽ നിയമോപദേശം തേടാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സഭയുടെ കാലാവധി തീരുന്നത് വരെ MLA ആയി തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല. അവിടെയും ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു കാണേണ്ടത്, രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി പാലക്കാട് മത്സരിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് വീണ്ടും അപ്രതീക്ഷിതമായ തിരിച്ചടിക്കുള്ള കളമൊരുങ്ങുന്നത്. എത്തിക്സ് കമ്മിറ്റി ഇങ്ങനെ ഒരു ആൾ, വളരെ സ്വഭാവദൂഷ്യമുള്ള ഒരാൾ MLA ആയി തുടരുന്നതിൽ ശരിയല്ല, അതിൽ ശരികേടുണ്ട് എന്ന ഒരു റിപ്പോർട്ടാണ് നൽകുന്നതെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് പുറത്താക്കിയ, ഇപ്പോൾ കോൺഗ്രസ് രാജി ആവശ്യപ്പെടാത്ത പാർട്ടിയിൽ നിന്ന് പുറത്ത് എന്ന് പറഞ്ഞ് ഒരു പരിധിവരെ ഈ വിഷയം നീട്ടിക്കൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ MLAക്ക് അയോഗ്യത വരുന്ന ഒരു നില കൂടി ഉണ്ടാകും. ശ്രീജ. ശരി, PV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. 3ാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചാൽ അയോഗ്യനാക്കാനുള്ള നടപടിയിലേക്ക് കടക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ്. അയോഗ്യത ആവശ്യപ്പെട്ട് LDF MLAമാർ ഉടൻ പരാതി നൽകും. അതിനിടെ അറസ്റ്റ് ചെയ്ത വിവരം സ്പീക്കറെ രേഖാമൂലം പോലീസ് അറിയിച്ചു. ബലാത്സംഗ കുറ്റം ചുമത്തിയതും കേസ് വിവരവും കൈമാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയോഗ്യതാ നടപടിക്കുള്ള നീക്കം നിയമസഭ ആരംഭിച്ചിട്ടുണ്ട്. MLAമാരിൽ നിന്ന് പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കും. എത്തിക്സ് ആൻഡ് പ്രിവൈലേജ് കമ്മിറ്റിക്ക് വിടാനോ അല്ലെങ്കിൽ സ്പീക്കർക്ക് നേരിട്ട് ഈ നടപടികളിലേക്ക് കടക്കാനോ കഴിയുന്ന സാഹചര്യമാണുള്ളത്. അതിനുള്ള നീക്കം നിയമോപദേശം ഇന്നലെ തന്നെ സ്പീക്കറുടെ ഓഫീസും നിയമസഭാ സെക്രട്ടേറിയറ്റും തേടിയിരുന്നു. ഇടതുമുന്നണി എന്ന നിലയിലും ഒരുപക്ഷെ പരാതി നൽകിയേക്കും. നിയമസഭാ സമ്മേളനം 20-ന് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യതാ നീക്കവും ആരംഭിക്കാൻ തന്നെയാണ് സാധ്യത. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു അയോഗ്യത ഒരു MLAക്കും നേരിടേണ്ടി വന്നിട്ടില്ല. 2 തവണ എത്തിക്സ് ആൻഡ് പ്രിവൈലേജ് കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ PC ജോർജിനെതിരെ ശാസന അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു MLAക്കെതിരെയും അത്തരം നീക്കങ്ങൾ ഉണ്ടായില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയോഗ്യനാക്കാൻ നടപടികളിലേക്ക് തന്നെ നിയമസഭ കടന്നാലും അത്ഭുതപ്പെടാനില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്ത് രാഹുൽ ജയിലിലാണെന്ന വിവരം അന്വേഷണ സംഘം രേഖാമൂലം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നിയമസഭാ സെക്രട്ടേറിയറ്റും തുടർ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിക്ക് പുറത്തുള്ളവരോട് എങ്ങനെയാണ് രാജി ആവശ്യപ്പെടുകയെന്നും VD സതീശൻ ആവർത്തിച്ചു. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടുന്നു? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ് മെമ്പർഷിപ്പ്. 2 കൊല്ലത്തിന് മീതെ
അല്ലെ ശിക്ഷ കിട്ടിയപ്പോൾ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടെന്ന് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും. അങ്ങനത്തെ ഒരു ഘട്ടം വന്ന സാങ്കല്പിക ചോദ്യമാണത്. ഇപ്പൊ മറുപടി പറയേണ്ട ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ രാജി ആവശ്യം നിയമസഭയിൽ ചർച്ചയാകട്ടെ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഹുലിനെതിരെ കോൺഗ്രസ് കടുത്ത നടപടിയാണ് സ്വീകരിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരിക്കലും എടുക്കാത്ത നിലപാടാണ് അതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരിക്കലും എടുക്കാത്ത നിലപാടാണ് ധൈര്യപൂർവ്വം കോൺഗ്രസ് പാർട്ടി എടുത്തത്. ഇക്കാര്യത്തിൽ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു. ഇനി കോൺഗ്രസിന്റെ മുമ്പിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കോൺഗ്രസിന്റെ ജീർണതയാണ് ഇതിലൂടെ വെളിവാവുന്നത്. മൂന്നാമത്തെ പരാതിക്കാരിയെ വടകരയിലെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുവെന്നും ഈ ഫ്ളാറ്റ് ആരുടേതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. സ്ഥിരം ലൈംഗിക കുറ്റവാളിയായി അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ചെയ്തികൾ കോൺഗ്രസിലെ ഒരു ജീർണതയാണ് വെളിപ്പെടുന്നത്. മൂന്നാമത്തെ ഇര പോലീസിന് നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോഴുള്ള കേസുണ്ടായതും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ വീണ്ടും അപമാനിച്ചതിന് രാഹുൽ ഈശ്വറിന് പുതിയ നിയമക്കുരുക്ക്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതി നോട്ടീസ് അയച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളെല്ലാം മുഖ്യമന്ത്രിക്ക് നൽകുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് രാഹുൽ ഈശ്വർ ആരോപിച്ചു. തന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നിസ്സാര കാരണങ്ങൾ നിരത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായി തന്നെ ജയിലിലിട്ടുവെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഏകദേശം 16 ദിവസത്തോളമാണ് ജയിലിൽ കിടന്നത്. യഥാർത്ഥത്തിൽ സ്റ്റേഷൻ ജാമ്യം തന്നു വിടേണ്ട ഒരു കാര്യത്തിന് 16 ദിവസത്തോളം ജയിലിലിടുകയുണ്ടായി. അതിനുശേഷമാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. പക്ഷേ സാമൂഹിക കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നുകൊണ്ടും പുരുഷന്മാർക്ക് വേണ്ടി നിലപാടെടുക്കുന്നതുകൊണ്ടും വീണ്ടും നിശബ്ദനാക്കാൻ വേണ്ടി പോലീസ് വീണ്ടും മൂവ് ചെയ്തിരിക്കുകയാണ്. ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞു. ചെയ്ത കുറ്റം എന്താണ് എന്ന് പോലീസ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി കൊടുത്ത പെൺകുട്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിപ്രകാരം ബഹുമാനപ്പെട്ട സെഷൻസ് കോടതിയുടെ വിധിയിൽ ആ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്ത പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ കോടതി ഫൈൻഡിംഗ് അടക്കം സൂചിപ്പിച്ചുകൊണ്ട് ഈ വ്യക്തി അതിജീവിതയല്ല എന്ന് പറഞ്ഞു. ഇതാണ് എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ്. അത് അവരിൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കി. അതുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണം. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിൽ എഴുതി വെച്ച ഫൈൻഡിംഗ് പറഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈസി ആയിട്ട് വെച്ച് ആൾക്കാരെ കുടുക്കുന്നത് സ്ഥിരം നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി മുഖ്യമന്ത്രിയുടെ ചായക്കപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ അതിജീവിതയുടെ ഫേസ്ബുക്ക് കുറിപ്പിലെ വാചകങ്ങളാണ് മുഖ്യമന്ത്രിയുടെ കപ്പിലുള്ളത്. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നായിരുന്നു കപ്പിലെ വാചകം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.